സെക്കൻഡറി സ്കൂളിൽ വാർഷിക ആഘോഷവും യാത്രയയപ്പും നടന്നു. വാർഷിക സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം ചെയ്തു. വാർഷിക ആഘോഷ വിശേഷങ്ങൾ നമുക്ക് ലൈവ് കൊച്ചി മീഡിയയിലൂടെ കാണാം. പിരിഞ്ഞു പോകുന്ന ടീച്ചറെ പറ്റി ഇത്രയും ഹൃദയസ്പൃക്കായ രീതിയിൽ ഹൃദയസ്പർശിയായ രീതിയിൽ ഇവിടെ വിവരണം നൽകിയത്, അതിന് കുട്ടികൾ നൽകിയ കയ്യടി, ഇതിൽ കൂടുതൽ എന്താണ് കോമന്റായിട്ടൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു ഞാൻ അങ്ങനെ നോക്കും. ഒരു ടീച്ചറെ പറ്റി പറയാവുന്നതിന്റെ പരമകോടി പറഞ്ഞുകൊണ്ട് ക്രിസ്മസ് വികാരാധീനയായി പറഞ്ഞ വാക്കുകൾ മാത്രം മതി നമ്മുടെ സുജ ടീച്ചറിന്റെ മഹത്വം എന്താണെന്ന്, ഈ സ്കൂളിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. സാധാരണ 10 മുതൽ 4 വരെ ജോലി ചെയ്യുന്ന ടീച്ചർമാരുള്ള നാട്ടിൽ ഇത്രയും ദിവസങ്ങൾ ഒരു സമയം പോലും നോക്കാതെ തൻ്റേതല്ലാത്ത ഡ്യൂട്ടികൾ വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് കുട്ടികളോടൊപ്പം നിലകൊണ്ടിട്ടുള്ള അവർ പറഞ്ഞൊരു വാക്കാണ്, അവരെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും കർശനമായ രീതിയിലുള്ള ശിക്ഷണം ഞാൻ ഉദ്ദേശിച്ചത് അടിയിടിയൊന്നുമല്ല, നല്ല രീതിയിലുള്ള അവരെ പറഞ്ഞ് മനസ്സിലാക്കിയ ശിക്ഷയിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് പോകാതിരിക്കാൻ അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെച്ച സുജ ടീച്ചറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ സ്കൂളിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ റിട്ടയർ ചെയ്യുന്ന സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീമതി സുജാകുമാരി ടീച്ചറിനെ സംബന്ധിച്ചും എല്ലാം വളരെ വിശദമായിട്ട് നമ്മളുടെ പ്രധാന അധ്യാപികയായിട്ടുള്ള ശ്രീമതി ഗീതാദേവി ടീച്ചർ ഇവിടെ വളരെ വിശദമായി സംസാരിച്ചത്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീമതി സുജാ ടീച്ചറിനെ സംബന്ധിച്ച് വിശദീകരിച്ചതിനപ്പുറം നമ്മൾ വിശദീകരിക്കാൻ പോയാൽ വിശദീകരിച്ചതിൻ്റെ ശോഭ കെട്ടുപോകും എന്നുള്ളത് കൊണ്ട് അതിനപ്പുറം ഒരു വിശദീകരണം നൽകാൻ നമുക്കാവില്ല എന്നുള്ളത് കൊണ്ടും ആ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. കുട്ടികൾക്കൊരു പ്രചോദനം ആവണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ ഈ ആഘോഷവേളയിൽ നമ്മളെല്ലാം മതിമറക്കുമ്പോൾ നമ്മുടെ ഈ സ്കൂളിനെ തന്നെ മികവുറ്റ രീതിയിലാക്കുന്ന ഒട്ടേറെ കുട്ടികൾ ഇനിയുമുണ്ട്. വരും വർഷങ്ങളിൽ ഈ സ്കൂളിനെ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. നമ്മുടെ പ്രിയങ്കരിയായ സുജ ടീച്ചറിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ SSLC എക്സാം അടുക്കുന്നതോടൊപ്പം തന്നെ ടീച്ചർക്ക് തന്നെ ഉറക്കമില്ലാത്തരാവുകയാണ്. സന്തോഷം വരുമ്പോൾ നമ്മൾ തുള്ളിച്ചാടാറുണ്ട്. കൃഷിയുടെ ഏറ്റവും നല്ലൊരു വികാരമാണ്. ആ സന്തോഷത്തെ എങ്ങനെ പ്രകടിപ്പിക്കും? ഞങ്ങൾ വന്നപ്പോൾ കണ്ടു കുട്ടികളെ നല്ല ഉഷാറായിട്ട് നിന്ന് ഡെസ്കിലും ബെഞ്ചിലും കയറി നിന്ന് ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം എന്ന് കൊണ്ടാടപ്പെടുന്നു. അതോടൊപ്പം ഇന്ന് പുസ്തകങ്ങൾ എല്ലാവരും വലിച്ചെറിഞ്ഞിരിക്കുന്ന ദിവസമാണ്. ഇന്ന് സ്കൂളിൽ പോകാൻ എന്തൊരു ഉത്സാഹമായിരുന്നു. ഇന്ന് അമ്മ കണ്ടാലറിയാം, ഇന്നാരുടെയും വഴക്ക് കേൾക്കണ്ട, ഇന്നാരും തന്നെ ചെയ്ത് അതിന്റെ പഠിച്ചോണ്ട് വരാതെ ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. 2023-24 അധ്യയന വർഷത്തിന്റെ സന്തോഷകരമായ പൂർണ്ണതയെ സൂചിപ്പിച്ചുകൊണ്ട് സ്കൂൾ വാർഷികാഘോഷം ഇന്ന് നടക്കുകയാണ്. ഈ വർഷാവസാനത്തിൽ ഏതാനും ആഴ്ചകൾ മാത്രമാണുള്ളത്. ഈ വാർഷികാഘോഷത്തെ ഏറ്റവും വലിയ ഉത്സവമാക്കി മാറ്റുന്നതിന് ഏതാനും ആഴ്ചകളായി പഠനത്തിലെ പിരിമുഖങ്ങളെല്ലാം മാറ്റിവെച്ച് കുട്ടികൾ തയ്യാറെടുക്കുകയാണ്. ഇന്ന് ഈ വാർഷികാഘോഷത്തോടൊപ്പം നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ എടുത്തു പറയണം, നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ സുജ ടീച്ചറിനുള്ള യാത്രയായി നടക്കുകയാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർ മാത്രമല്ല, പഠിപ്പിക്കുക, പരീക്ഷ ഇടുക, പേപ്പർ കാണിക്കുക, വീട്ടിൽ പോവുക, അതല്ല ടീച്ചറിൻ്റെ ഉത്തരവാദിത്വം. ടീച്ചർ ഈസ് എ മെൻറ്റർ. ടീച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഞാൻ പെറ്റു വളർത്തിയ എൻ്റെ കുഞ്ഞുങ്ങളാണെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ അവർക്ക് യാതൊരു ദോഷവും വരാതെ അവരെ എന്താണ് നല്ല രീതിയിൽ വളർത്തണം. പഠനത്തിൽ മാത്രമല്ല, അവർ നല്ല രീതിയിലല്ല, നല്ല സ്വഭാവമായിട്ടും വളരണം. അതിനു വേണ്ടിയിട്ട് ഞാൻ അവരെ കർശനമായിട്ട് ശിക്ഷിക്കാറുണ്ട്. നമ്മുടെ
കോളേജിലാണെങ്കിലും നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചറിനെ റിട്ടയർമെന്റ് ലൈഫ് നല്ലൊരു ആഘോഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഒരു കുട്ടിയും അലാറം വെക്കാതെ തന്നെ എഴുതിക്കാൻ ടീച്ചർ 5 മണിക്ക് തന്നെ വിളിച്ചെടുപ്പിക്കുന്ന സാഹചര്യമായിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ക്ലാസ്സിൽ കൈകാര്യം ചെയ്തുകൊണ്ട് തൻ്റെ മുന്നിലുള്ള കുട്ടികളെ തൻ്റെ മക്കളെക്കാൾ കാര്യമായി നോക്കുകയും അവരെ അഭ്യസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരെ ശാസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ടീച്ചർ ഒരു മാതൃക അധ്യാപികയായി നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുമ്പോൾ നമുക്കൊരു വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. കൂട്ടുകാരുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലൈഫ് കൊച്ചി റിപ്പോർട്ടർ ലോട്ടസിനോടൊപ്പം